യെസ്, എന്തായാലും ആദ്യ പരാതിക്കാരിയുടെ ആ പ്രതികരണം സാമൂഹ്യ മാധ്യമത്തിലൂടെ ആ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കാരണം ആ സമൂഹ മാധ്യമത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയ ആ ഒരു പ്രതികരണമാണ്. അതിൽ ഇരട്ടത്ത് നടത്തിയ പല കാര്യങ്ങളും ദൈവം കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനെ സംബന്ധിച്ച് ആ സമൂഹ മാധ്യമത്തിലെ ആ പ്രതികരണം നമുക്ക് ദൃശ്യങ്ങളായി തന്നെ കാണാൻ സാധിക്കും. വെറുതെ ആ പ്രതികരണം ഒന്ന് വായിച്ചു പോവുകയാണ്. അത് ഇംഗ്ലീഷിലാണ്. ഡിയർ ഗോഡ്, താങ്ക് യു ഫോർ ഗിവിംഗ് അസ് ദ കറേജ് ടു വാലിഡേറ്റ് അവർ സെൽവ്സ് ഡെസ്പൈറ്റ് ഓൾ ദി പെയിൻ, ജഡ്ജ്മെൻറ്റ് ആൻഡ് ബിട്രയൽ വാസ് എൻഡ്യൂർഡ്. അതായത് ഇത്രയും ചതികൾക്കിടയിലും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്കിടയിലും ഇത്രയും വേദനകൾക്കിടയിലും ഞങ്ങൾക്ക് ഈ സംഭവത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ നേരിടാൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് കരുത്ത് പകർന്ന ദൈവത്തിന് നന്ദി എന്നുള്ള ഒരു വാക്യത്തോടെയാണ് അത് തുടങ്ങുന്നത്. യു സോ വാട്ട് വാസ് ഡൺ ഇൻ ദ ഡാർക്ക്. അതായത് ഇരുട്ടത്ത് നിങ്ങൾ നടത്തിയത് എന്താണോ അത് ദൈവം കണ്ടു. യു ഹേർഡ് ദ ക്രൈസ് ദാറ്റ് നെവർ റീച്ച് ദ വേൾഡ്. അതായത് ലോകം കേൾക്കാത്ത ആ കരച്ചിൽ ആ ദൈവം കേട്ടു എന്നുള്ളതാണ് ആദ്യ പരാതിക്കാരി സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയുന്നത്. യു ഹെൽഡ് അസ് വെൻ അവർ ബോഡീസ് വെയർ വയലേറ്റഡ് ആൻഡ് വെൻ അവർ ബേബീസ് വെയർ ടേക്കൺ ഫ്രം അസ് ബൈ ഫോഴ്സ്. അതായത് ഞങ്ങളെ ശരീരത്തെ ചൂഷണം ചെയ്യുന്നത് ദൈവമെന്ന നീ കണ്ടു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവ്വം ഞങ്ങളിൽ നിന്ന് അകറ്റുന്നതും നീ കണ്ടു. മേ അവർ ഏഞ്ചൽ ബേബീസ് ഫോർഗീവ് അസ് ഫ്രം ഹെവൻ. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാലാഖമാരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ, ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ, സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. എസ്പെഷ്യലി ഫോർ ട്രസ്റ്റിംഗ് ദ റോങ് പേഴ്സൺ ആൻഡ് ചൂസിങ് എ മാൻ അൺവർത്തി ഓഫ് ബീങ് അവർ ചൈൽഡ്സ് ഫാദർ. അതായത് എന്തിനാണ് ആ ക്ഷമിക്കേണ്ടത്? ആ കുഞ്ഞുങ്ങൾ എന്തിനു വേണ്ടി ക്ഷമിക്കണം? അതായത് ഒരു തെറ്റായ മനുഷ്യനെ, തെറ്റായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, തെറ്റായ സമീപനങ്ങൾ, തെറ്റായ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ അത്രത്തോളം വിശ്വസിച്ചതിന്, ആ മനുഷ്യൻ ഞങ്ങൾക്ക് ഭർത്താവാകാൻ യോഗ്യനല്ല എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന്, അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങൾക്ക് ഭർത്താവാകാൻ യോഗ്യതയില്ലാത്ത, ഞങ്ങളോട് സഹകരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തതിൽ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് ആ ആദ്യ ബലാത്സംഗ കേസിലെ ആ പരാതിക്കാരി സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. ലെറ്റ് ദെയർ സോൾസ് റെസ്റ്റ് ഇൻ പീസ്, ഫ്രീ ഫ്രം വയലൻസ്, ഫ്രീ ഫ്രം ഫിയർ, ഫ്രീ ഫ്രം ദ വേൾഡ് ദാറ്റ് ഫെയിൽ ടു പ്രൊട്ടക്ട് us. അതായത് ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ നിത്യശാന്തി പ്രാപിക്കട്ടെ, അക്രമങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, ഭയത്തിൽ നിന്ന് മുക്തരാകട്ടെ. ഈ ലോകത്ത്, അതായത് ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഈ ലോകത്ത് നിന്ന് അവർ മുക്തരായിരിക്കുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത്. അവർ എല്ലാ കാലത്തും അവർ മുക്തരായി തുടരട്ടെ എന്നുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർ ലിറ്റിൽ വൺസ്, ഇഫ് അവർ ടീയേഴ്സ് റീച്ച് ഹെവൻ ലെറ്റ് ദം ടെൽ യു ദിസ്, യുവർ മദർ നെവർ ഫോർഗോട്ട് യു, യുവർ എക്സിസ്റ്റൻസ് മാറ്റർഡ്. വലിയ രീതിയിൽ വൈകാരികമായൊരു പ്രതികരണമാണ്. നമുക്കത് അത്രത്തോളം ഉള്ളിൽ തട്ടിയുള്ള ആ പ്രതികരണമാണ്. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർബന്ധപൂർവ്വം ഞങ്ങളിൽ നിന്ന് അകറ്റിയ ആ വ്യക്തിയെ തെരഞ്ഞെടുത്ത ഞങ്ങളോട് ആ കുഞ്ഞുങ്ങൾ, ഞങ്ങളിൽ നിന്ന് അകന്ന ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ക്ഷമിക്കട്ടെ എന്നുള്ളതാണ്. ലോകം കേൾക്കാത്ത നിലവിളി ദൈവം കേട്ടു എന്നുള്ളതാണ് പ്രധാനമായും ആ വാചകത്തിലെ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്. അത്രത്തോളം വൈകാരികമായ ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആദ്യ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിത സമൂഹ മാധ്യമത്തിലൂടെ ഒരു വൈകാരിക പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകും, ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും, ഇതിന് നിയമമുണ്ട്. വിധി എങ്ങനെയായിരിക്കും, കാലത്തിൻ്റെ കാവ്യനീതി എങ്ങനെയായിരിക്കും ഈ സംഭവത്തിൽ എന്നുള്ളതും കൂടിയാണ് കണ്ടറിയേണ്ടത്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലായിരിക്കുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിനോട് സഹകരിക്കുന്നില്ല, ഫോണിൻ്റെ പാസ്വേഡ് പോലും നൽകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ്. ഇനി അധികം സമയമില്ല കോടതിയിൽ ഹാജരാക്കാൻ. ഇനി പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് കോടതിയുടെ തീരുമാനം എങ്ങനെയോ, കോടതിയുടെ വിധി എങ്ങനെയോ അത്തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഭാവിയും